സാർ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം വീണ ജോർജ് JP നദ്ദയെ കാണാൻ പോയിട്ട് കാണാൻ കഴിയാത്ത കലിപ്പ് തീർത്തത് മാധ്യമങ്ങളുടെ നെഞ്ചത്താണ്. പൊതുവെ മന്ത്രിമാരങ്ങനെയാണ്. പക്ഷേ മാധ്യമങ്ങളോട്, പ്രത്യേകിച്ച് ഏഷ്യനെറ്റ് ന്യൂസിനോട് വീണ വിജയൻ, നിങ്ങൾ രാവിലെ മുതൽ കൊടുക്കുന്ന വാർത്ത ഞാൻ കണ്ടു, മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിങ്ങളുടെ വാർത്ത നൽകൽ ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖത്ത് ദേഷ്യം കാണിക്കുന്നില്ലെങ്കിലും ഓരോ സംസാരത്തിലും മനസ്സിലാകാൻ കഴിയും വീണ ജോർജിൻ്റെ മാധ്യമങ്ങളോടുള്ള നീരസം എന്താണെന്നുള്ളത്. ഇതിപ്പോൾ സുരേഷ് ഗോപിയാണ് ഇത്തരത്തിൽ സംസാരിച്ചതെങ്കിൽ മാധ്യമങ്ങളൊക്കെ ഇന്ന് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയനെ, KUWJ റോഡ് ഉപരോധമുണ്ടായേനെ, ഇന്ന് കേരളം നിന്ന് കത്തിയേനെ എന്നുള്ളതാണ്. സുരേഷ് ഗോപി പറഞ്ഞാൽ പ്രശ്നമുണ്ടാകുന്നവർക്ക് വീണ പറയുമ്പോൾ എന്താണ് പ്രശ്നമില്ലാതാവുന്നത്? അതൊരു പക്ഷേ ഒരു സ്ത്രീ ആയതുകൊണ്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ കാണിക്കുന്ന ഒരു ഔദാര്യമായിരിക്കും അത്. പക്ഷേ ഇന്നലെ വീണ ജോർജ് ഒരു മന്ത്രി എന്ന നിലയിൽ അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. തോന്നുന്നു മന്ത്രി എന്ന നിലയിൽ ഒരു പക്ഷേ അങ്ങനെ അവർക്ക് അങ്ങനെ സംസാരിക്കാൻ ഒരു പാടില്ലായിരുന്നു. അതിനേക്കാൾ ഉപരി അവരൊരു മാധ്യമപ്രവർത്തകയായിരുന്നു. അപ്പോൾ അവരുടെ മാധ്യമപ്രവർത്തക എന്നുള്ള ഒരു സ്റ്റാറ്റസ് കൂടി ചോദ്യം ചെയ്യപ്പെടുന്നതായി പോയി ഇന്നലെ അവരുടെ ഒരു പെരുമാറ്റ രീതി എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകർക്ക് പൊതുവേ വേണ്ടത് അനുകൂലമായാലും പ്രതികൂലമായാലും സാഹചര്യങ്ങളിൽ ഈ സമചിത്തത വിടാതെ പെരുമാറുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടൊരു യോഗ്യത വേണ്ടത്. എങ്കിലേ യുക്തമായ ചോദ്യങ്ങൾ ചോദിക്കാനും പ്രതികരിക്കാനും അവസ്ഥകളെ മനസ്സിലാക്കാനും കഴിയുള്ളൂ. അപ്പോൾ വികാരത്തിന് അടിപ്പെടരുത്. വികാരത്തിന് അടിപ്പെട്ട് കഴിഞ്ഞാൽ വസ്തുതകൾ പോകും. അതുകൊണ്ട് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു പ്രാഥമികമായ ഒരു പാഠമെന്ന് പറയുന്നത് ഈ ഇത്തരം വികാരങ്ങൾക്ക് അടിപ്പെടാതെ നിന്നെങ്കിൽ മാത്രമേ കാഴ്ച ശരിക്കും കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു നിലയിൽ അവരൊരു മാധ്യമപ്രവർത്തകയായി പ്രവർത്തിച്ചിരുന്ന ആ ഒരു പരിചയം അതവരുടെ മാധ്യമപ്രവർത്തക എന്ന നിലയിലുള്ളൊരു നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്നൊരു സാധനമാണ്. രണ്ട്, അവർ കാണിച്ചത് അവരുടെ പ്രത്യക്ഷമായിട്ട് ക്ഷോഭിച്ചില്ല എങ്കിലും അവരുടെ പ്രകടനത്തിൽ മുഴുവൻ അടക്കി വെച്ച ക്ഷോഭമായിരുന്നു. അത് ഏഷ്യാനെറ്റ് ന്യൂസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ വളരെ അതിൻ്റെ റിപ്പോർട്ടറെ തന്നെ തേടിപ്പിടിച്ച് ഒരു പക്ഷേയെങ്കിൽ അവരെ ഒന്ന് ഇൻസൾട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. അപ്പോൾ അവിടെ ഇന്നിപ്പോൾ നമ്മൾ എപ്പോഴും ഈ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന ഈ അക്രമങ്ങളുടെ വാർത്തയാണ്. ഈ അക്രമങ്ങളുടെ കാരണമെന്ന് പറയുന്നത് എന്താണ്? അക്രമങ്ങളുടെ കാര്യം എന്ന് പറയുന്നത് ഈ ക്ഷമയില്ലായ്മയാണ്. ഈ ക്ഷമയില്ലായ്മയും കോപവും കലിയാണ്. ഒരു ലെവൽ കഴിയുമ്പോഴത്തേക്ക് അത് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ അതിൻ്റെ ഒരു തൊട്ട് താഴെയുള്ള ലെവലിലാണ് വീണ ജോർജ് നിൽക്കുന്നത്. കാര്യം അവർ ഭയങ്കര അസ്വസ്ഥമാവുന്നു. അവർ ഒരു സംസ്ഥാനത്തിൻ്റെ മന്ത്രിയാണ്. ആ മന്ത്രി എന്ന നിലയിൽ എന്താണോ സ്റ്റേറ്റിലെ ജനങ്ങളോട് പറയേണ്ടത്, ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ് അവർ സംസാരിക്കുന്നതെങ്കിലും കേരളത്തിലെ ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. ഒരു മാധ്യമത്തിലൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ആ മാധ്യമത്തിലൂടെ സംസാരിക്കുമ്പോൾ അവിടുത്തെ ഏത് സ്ഥാപനം എന്നുള്ളത് അപ്രസക്തവും. മറിച്ച് അവർ സംസാരിക്കുന്ന വിഷയം എന്ത്, അതോടൊപ്പം തന്നെ ജനങ്ങളുമായിട്ട് സംസാരിക്കുന്ന ആ ഓരോ നിമിഷത്തിലും ജനങ്ങളുമായിട്ടാണ് താൻ സംസാരിക്കുന്നത് എന്നുള്ളൊരു ബോധം വരണം. അവിടെയാണ് ഈ മന്ത്രി എന്ന നിലയിലും ഒരു ജനായത്ത സംവിധാനത്തിലെ പ്രതിനിധി എന്ന നിലയിലും വീണ ജോർജ് പരാജയപ്പെട്ടു പോയത്. അവരെ അസ്വസ്ഥത കാണിക്കുകയാണ് ചെയ്തത്. പിന്നെ മറ്റൊന്ന്, ഈ സാധാരണ മനുഷ്യരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. കുട്ടികളും സ്ത്രീകളും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി, ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തി ഒക്കെ ഇങ്ങനെ അക്ഷമ കാണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് സമൂഹത്തെ അറിയാതെ സ്വാധീനിക്കും. ഇത്തരം ഉള്ള ഈ പൊതു രംഗങ്ങളിൽ ആൾക്കാർ ഈ രീതി പെരുമാറുന്നത് ആണ് ഈ സമൂഹത്തിൽ ഇത്രയധികം ഈ അക്രമം വർദ്ധിക്കാനുള്ള ഒരു കാരണം. പിന്നെ എന്തുകൊണ്ടാണ് വീണ ജോർജ് അവിടെ ഇത്രയും ക്ഷുഭിതയായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും എപ്പോഴാണ് നിങ്ങൾ ക്ഷോഭിക്കുന്നത്? നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് തോന്നുമ്പോൾ നിങ്ങളൊന്നും അല്ലാതായി എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവും. അത് നിങ്ങളിൽ വേദന ഉണ്ടാകും. ഈ വേദന ഉണ്ടാക്കുമ്പോൾ ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള നമ്മളുടെ ഉള്ളിലുള്ളൊരു മൃഗവാസനയാണ് ഈ ക്ഷോഭിക്കുക, അവസാന നിമിഷം ആക്രമിക്കുക എന്നുള്ള സാധനം. അപ്പം വീണ ജോർജിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞതുപോലെ നല്ല കുറ്റബോധം അവർക്കുണ്ട്. അവർ ഈ ആശാവർക്കർമാരുമായിട്ടുള്ള സംഭാഷണത്തിന് തൊട്ടു പിന്നാലെയാണ് ദില്ലിക്ക് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു കേന്ദ്രമന്ത്രിയെ കാണും എന്ന് അവർ പറയുകയും ചെയ്തിരുന്നു, കാണാൻ ശ്രമിക്കുമെന്ന് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ സമരം പിടിക്കുന്ന കൊടുമ്പിരി അല്ലെങ്കിൽ ഇത്രയും രൂക്ഷമായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അവർ ഡൽഹി പോയിട്ട്
തിരിച്ച് പിന്നെ കേന്ദ്രമന്ത്രിയെ കാണാതെ JP നദ്ദയെ കാണാതെ തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു പോയ കാര്യം നടന്നില്ല, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനാണ് പോയതെങ്കിൽ അത് മറച്ചു വയ്ക്കപ്പെടേണ്ടതാണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആശയക്കുഴപ്പങ്ങളും സംഘർഷങ്ങളും ഒക്കെ അവർ വ്യക്തി എന്ന നിലയിൽ അവർ നേരിടുന്നുണ്ട്. പക്ഷേ അതിനെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിനെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് താൻ പോയ കാര്യം നടന്നില്ല, ആശാവർക്കർമാരുടെ വിഷയം ഇവിടെ വളരെ ഗുരുതരമായിട്ട് കത്തി നിൽക്കുന്നു, അപ്പോൾ തൻ്റെ സാന്നിധ്യം ഒരു പ്രയോജനം ഈ കഴിഞ്ഞ 24 മണിക്കൂറോ അല്ലെങ്കിൽ 40 മണിക്കൂറിനിടയ്ക്ക് ഉണ്ടാക്കിയില്ല എന്നുള്ള ബോധമാണ് അവരെ അത്രയും ക്ഷുഭിതയാക്കിയത്. അതവരങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ആരാണെങ്കിലും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ സുരേഷ് ഗോപി ആണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്വാഭാവികമായിട്ടും ഇപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സുരേഷ് ഗോപി ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സിനിമാ താരമാണ്. അതിൻ്റേതായ ചില പിന്നെ ഈ പറഞ്ഞതുപോലെ മറ്റ് പല ഘടകങ്ങളും അതിൻ്റെ പിന്നിലേക്ക് വരുന്നത്. അല്ല സാർ, സുരേഷ് ഗോപി ചെയ്യുന്നത് മാധ്യമങ്ങളോട് ചില അവസരങ്ങളിൽ ചെയ്യുന്നത് ശരിയാണെന്ന് യോജിക്കുന്ന ഒരാളല്ല ഞാൻ. ചില അവസരങ്ങളിൽ അദ്ദേഹം സിനിമാ താരത്തിൻ്റെ രീതിയിൽ പെരുമാറുന്നു എന്ന് പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട് മാധ്യമങ്ങളോട്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തെ വിമർശിക്കാൻ മാധ്യമങ്ങൾക്ക് വല്ലാത്തൊരു ഉത്സാഹവും തിടുക്കവും ഒക്കെയാണ്. ഏതോ ഒരു മാധ്യമപ്രവർത്തനോട് ഞാൻ കേന്ദ്രത്തിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് KUWJ ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. കേന്ദ്രത്തിൽ കാണിച്ചു തരാം എന്നുള്ളതിന് എന്ത് ഭീഷണിയാണെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല. എല്ലാത്തിലും യോജിപ്പില്ലെങ്കിലും ചില അവസരങ്ങൾ നിങ്ങൾ പെരുമാറുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. സാറിൻ്റെതായ രാഷ്ട്രീയമുണ്ട്. പക്ഷേ സാറൊരു മാധ്യമപ്രവർത്തകനായിരുന്ന സമയത്ത് ഒരുപക്ഷെ ആ രാഷ്ട്രീയം ആ വാർത്തകളിൽ കാണിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. സാറിനോടൊപ്പം കുറച്ച് നാളായി ഞാൻ ഈ വേദി പങ്കിടുന്നത് കൊണ്ട് എനിക്കറിയാം. അപ്പോൾ മാധ്യമപ്രവർത്തകർ അങ്ങനെ ആയിരിക്കണം എന്ന് ഇപ്പോൾ എനിക്കും എൻ്റേതായ രാഷ്ട്രീയമുണ്ട്. പക്ഷേ എൻ്റെ പല വാർത്തകളിലും എൻ്റെ രാഷ്ട്രീയം പ്രതിഫലിക്കുന്നത് എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട്. ഞാനത് തിരുത്താൻ ശ്രമിക്കുന്ന ഒരാൾ കൂടിയാണ്. പക്ഷെ പല മാധ്യമപ്രവർത്തകരും അങ്ങനെ അല്ല. അവരുടെ രാഷ്ട്രീയം BJP എന്ന് പറയുമ്പോൾ അവർക്ക് വല്ലാത്തൊരു എന്താണ് എന്ന് അറിയില്ല. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് BJP എന്ന് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയാണ് അവർക്ക്. ഈ പച്ച മലയാളത്തിൽ പറഞ്ഞ ചൊറിച്ചിലാണ്. PC ജോർജ് പറഞ്ഞത് സത്യമാണെന്ന് പലർക്കും അറിയാം. പക്ഷെ അത് പറഞ്ഞത് BJP നേതാവായ PC ജോർജ് ആണ്. അതാണ് പലരുടെയും പ്രശ്നം. അല്ല, ഇത് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. അപ്പോൾ അതിനകത്ത് ഈ മാധ്യമപ്രവർത്തകർ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, താങ്കൾ പറഞ്ഞതുപോലെ തങ്ങളുടെ രാഷ്ട്രീയം ഒരിക്കലും പുറത്തു വരാൻ പാടില്ല. അതേപോലെ തങ്ങളുടെ ഒരു ജഡ്ജ്മെൻ്റ് ഒരിക്കലും ഒരു വാർത്തയിലൂടെ പ്രകടമാകാൻ പാടില്ല. ഇതൊക്കെ ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ കേരളത്തിലൊരു പൊതുബോധം നിലനിൽക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരുടെ ഇടയിലും ഒക്കെ ആ ഒരു പൊതുബോധം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അത് പെട്ടെന്നത് ആ ഒരു പൊതുബോധം വികസിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ സുരേഷ് ഗോപിയുടേത് BJP ആയതുകൊണ്ട് മാത്രമല്ല. കാര്യം എല്ലാ BJP നേതാക്കളുടെ അടുത്തും മാധ്യമപ്രവർത്തകർ ആ രീതിയിൽ പെരുമാറുന്നുണ്ടെന്ന് വെച്ചാൽ ഇല്ല. ഇവിടെ ഈ സുരേഷ് ഗോപിയും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് അത്ര സുഖകരമല്ല. അത് ശരിക്കും വീണ ജോർജിൻ്റെ ബന്ധവും സുഖകരമല്ല. പക്ഷേ വീണ ജോർജിന് ഈ പറഞ്ഞതുപോലെ ഒരു സ്ത്രീ ആയതുകൊണ്ടുള്ള പരിഗണനയായിരിക്കാം, അതല്ലെങ്കിൽ ഒരു മുൻ മാധ്യമപ്രവർത്തകയായതുകൊണ്ടുള്ള പരിഗണനയായിരിക്കാം, അതല്ലെങ്കിൽ ഒരു CPM നേതാവ് ആയതിൻ്റെ ഒരു പരിഗണനയായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ ഒരു സുരേഷ് ഗോപിയുടെ ആ ലെവലിലേക്ക് വീണ ജോർജിൻ്റെ ഇന്നലത്തെ ആ ഏഷ്യാനെറ്റായിട്ടുള്ള സംഭാഷണം അത് ഒഴിവാക്കേണ്ടതായിരുന്നു. ഒരു പൊതുവേദിയിലൊന്നും ഒരു വ്യക്തിയും, വിശേഷിച്ചും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളൊന്നും ഈ രീതിയിൽ പെരുമാറാൻ പാടില്ല.